സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ കുറിച്ചാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നിങ്ങൾക്ക് പേര് തന്നെ കിട്ടും, സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ വീട്ടിലൊക്കെ പൊതുവെ അല്ല സിംഗിൾ ഫേസ് ആണ് ഉണ്ടാകുക. സിംഗിൾ ഫേസിൽ ഇതാണ് സിംഗിൾ എ സി സിഗ്നൽ ആണ്. സിംഗിൾ എ സി സിഗ്നൽ മാത്രമേ അതിലുണ്ടാവും. 230 വോൾട്ട് 50 ഹെർട്സിന്റെ എ സി സിഗ്നലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് കൺസ്ട്രക്ഷൻ ഇതുപോലെയാണ് ഉണ്ടാകുക. ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്, 3D വ്യൂ അല്ല. അപ്പൊ നിങ്ങൾ എക്സാമിന് ഇത് തന്നെ വരച്ചാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേഷനറി ആയിട്ടുള്ള സ്റ്റാറ്ററിലാണ് നമ്മൾ ഈ സിംഗിൾ ഫേസ് സപ്ലൈ അപ്ലൈ ചെയ്യുക. എക്സാമ്പിളിന് വേണ്ടി നമുക്ക് ഈ വൈൻഡിങ്ങിൽ ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കുക, എ സി വൈൻഡിങ്ങിൽ അല്ലെ, സ്റ്റാർട്ടർ വൈൻഡിങ്ങിൽ ഈ എ സി സപ്ലൈ കൊടുത്ത് മൊത്തത്തിൽ ഈ എ സി സപ്ലൈയുടെ എല്ലാ വൈൻഡിങ്ങിലും പോകും കേട്ടോ, എ സി സപ്ലൈ ഉണ്ടാവും. ഇപ്പൊ എന്താണ്, കറണ്ട് ഈ കണ്ടക്ടറിലെ കൂട്ട വൈൻഡിങ്ങിലെ കൂട്ട പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ സ്റ്റാറ്ററിൽ. അപ്പൊ ഇതിലൊക്കെ സ്റ്റാറ്റർ എന്നാണ് ഇതിന് പറയാ, സ്റ്റേഷനറി ആയിട്ടുള്ള സ്റ്റാറ്റർ. നമ്മളെ കറങ്ങുന്ന മോട്ടോറിന്റെ ഭാഗത്തിനാണ് റോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാറ്ററിലെ കൂട്ടി ഈ കറണ്ട് എ സി കറണ്ട് പാസ് ആവും. പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ ഈ ഒരു ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം മാഗ്നറ്റിക് ഫീൽഡ്. ഇത് എ സി ആണ്, നമ്മളെ എ സി കറണ്ട് ആണ് സപ്ലൈ അല്ല ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും ഒരു എ സി പോലെയാണ് ഉണ്ടാകുക. അപ്പൊ ആദ്യം തുടക്കത്തിൽ അതൊരു 0 വാല്യൂ ആയിരിക്കും. നമുക്ക് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ 0 ആയിരിക്കും. പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, കൂടി ഒരു പീക്ക് വാല്യൂലെത്തും. പിന്നെയോ പീക്കിലെത്തിക്കുന്ന എ സി നോക്കുക, 0 സ്റ്റാർട്ട് ചെയ്ത് പീക്കിലെത്തിയ വാല്യൂ കുറയും, വീണ്ടും 0 ആയി. പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ പീക്കിലെത്തും, പിന്നെയോ വീണ്ടും 0 ആവും അല്ലെ. അപ്പൊ ഇവിടുന്ന് എങ്ങനെ ഉണ്ടാകുക, ആദ്യം 0 ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി ആദ്യം 0 ആയിരിക്കും, ഇതിന്റെ ഇന്റൻസിറ്റി കൂടി വരും. ഇപ്പൊ ഇത് ഫീൽഡ് ലൈനൊക്കെ വലുതാവും, പിന്നെയോ ഇപ്പൊ മാക്സിമം വലുതാവും, പിന്നെ കുറയാൻ തുടങ്ങും. കുറഞ്ഞ വീണ്ടും 0-ലെത്തും. 0-ലെത്തിയാൽ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പൊ എന്താ, ഈ ലൈൻ മാഗ്നറ്റിക് ലൈൻസിന്റെ ഡയറക്ഷൻ മാറും. അന്നേരം ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ ഉണ്ടാകുക അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിന്നെ കൂടാൻ തുടങ്ങും. 0 വീണ്ടും ഓപ്പോസിറ്റ് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടാൻ തുടങ്ങും, പീക്കിലെത്തും. അപ്പൊ ഇതിന്റെ ലൈൻസ് ഒക്കെ കൂടിയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും ഈ നെഗറ്റീവ് പീക്കിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുറഞ്ഞ് വീണ്ടും 0-ലെത്തും. ഇതാണ് എ സി. ശരിക്കും എന്താണ് ആൾട്ടർനേറ്റിങ്, 0 സ്റ്റാർട്ട് ചെയ്യും, പീക്കിലെത്തും, പിന്നെന്താ കുറയാൻ തുടങ്ങും, കുറഞ്ഞ് വീണ്ടും 0-ലെത്തും, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടും അല്ലെ, എന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് 0-ലേക്ക് വരും. ഇതാണ് ഒരു എ സി സൈക്കിള്. അപ്പൊ അതുപോലെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുക. ആദ്യം 0 ആയിരിക്കും, പിന്നെ കൂടി വരും, പിന്നെ കൂടിയ ശേഷം കുറഞ്ഞിട്ട് വീണ്ടും പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടും. അപ്പൊ മാഗ്നറ്റിക് ലൈൻസിന്റെ ഡയറക്ഷൻ മാറും. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മുടെ റോട്ടറിലും വൈൻഡിങ് ഉണ്ട്. റോട്ടർ വൈൻഡിങ് എന്നാണ് ഇതിന് പറയാ. ഈ നിങ്ങൾക്ക് വരക്കുമ്പോൾ എന്താണ്, ഇതേപോലെ കട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് ഇട്ടാൽ മതി. അപ്പൊ എന്തായി, വൈൻഡിങ് ആയി, റോട്ടർ വൈൻഡിങ് ആയി. ക്രോസ് സെക്ഷൻ വ്യൂ അങ്ങനെയാണ് വരക്കേണ്ടത്. അപ്പൊ ഈ റോട്ടറിൽ നോക്കിയാൽ മനസ്സിലാവും, റോട്ടറിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാ റോട്ടറിലും മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ റോട്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതാണ് EMF. ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് അല്ലേ, അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു EMF ഉണ്ടാവും അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല, അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുന്നുണ്ട്, കൂടിയും കുറയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് EMF നമ്മുടെ റോട്ടർ വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ കറണ്ടും ഉണ്ടാവും അവിടെ അല്ലെ. നമ്മൾ കറക്റ്റ് ഷോർട്ട് സർക്യൂട്ട് പാത്ത് കൊടുക്കുകയാണെങ്കിൽ ആ EMF കാരണം ഉണ്ടാകുന്ന കറണ്ട് ഉണ്ടാവില്ലേ. ഇപ്പൊ എല്ലാ റോട്ടറിലും എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് അല്ല. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് അപ്പൊ എന്താ, റോട്ടറിലെ കൂട്ട കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായത്. അതുപോലെ റോട്ടറിലെ കൂട്ട കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, റോട്ടറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ രണ്ട് മാഗ്നറ്റിക് ഫ്ലക്സും ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മളെ റോട്ടറിനെ കറക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മുടെ ഈ സ്റ്റാർട്ടറിലെ വൈൻഡിങ്ങിലെ മാഗ്നറ്റിക് ഫ്ലക്സ് മെയിൻ വൈൻഡിങ് എന്ന് പറയും. അത് രണ്ടും ഇന്ററാക്ട് ചെയ്യും. രണ്ടും ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മളെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ കറങ്ങുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിങ്ങൾക്കറിയാം, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് ടൈപ്പ് ആണ്. പക്ഷെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളെ മോട്ടോർ കറങ്ങും.
അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിലൊന്ന് തള്ളി കൊടുക്കേണ്ടി വരും. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആവൂല. ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ആവൂല. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ സെൽഫ് സ്റ്റാർട്ട് ആക്കാൻ പറ്റൂ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഒരിക്കലും സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. കാരണം നമ്മൾ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രമേ ഇവിടെയുള്ളൂ. സൈൻ വേവ് മോഡൽ അല്ല, സിംഗിൾ ഫേസ് ആകുമ്പോൾ സൈൻ വേവ് മോഡലുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഉള്ളത്. ആദ്യം 0 ആണ്, പിന്നെ കൂടും, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മാറും അല്ലെ. അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യൂല കേട്ടോ. റോട്ടർ സെൽഫ് സ്റ്റാർട്ട് ആവൂല. സെൽഫ് സ്റ്റാർട്ട് ആണ്ടിക്ക് നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം, വേറെ വൈൻഡിങ് ഒക്കെ ചെയ്യണം. സ്റ്റേറ്റർ വൈൻഡിങ്ങിന് ഇവിടെ ഒരു കപ്പാസിറ്റർ വൈൻഡിങ് ഒക്കെ വെക്കേണ്ടി വരും. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. ഇതാണ് ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പറയുമ്പോൾ why single phase induction motors are not self starting. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സിംഗിൾ ഫേസ് കറണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പൊ കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? നമ്മളെ സിംഗിൾ ഫേസ് കറണ്ടിന്റെ അതേ ഷേപ്പിലായിരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ. ഇതുപോലെയാണ് കറണ്ട് ഉള്ളത്. ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് അതുപോലെയല്ല ഉണ്ടാവുക. അപ്പൊ അതിന്റെ പീക്ക് വാല്യൂവിനെ നമുക്ക് 5.1 എന്ന് ഡിനോട്ട് ചെയ്യാം. അത് 90 ഡിഗ്രിയിലാണ് കിട്ടുക അല്ലെ. 0 സ്റ്റാർട്ട് ചെയ്ത് 90 ഡിഗ്രിയിലാണ് മാക്സിമത്തിൽ എത്തുക. പിന്നെ വീണ്ടും 180 ഡിഗ്രി എത്തുമ്പോൾ 0 എത്തി, 270 എത്തുമ്പോൾ മാക്സിമത്തിൽ നെഗറ്റീവ് ഡയറക്ഷനിലെത്തി, പിന്നെ വീണ്ടും തിരിച്ച് 360 ആകുമ്പോൾ 0. അതാണ് ഒരു സൈൻ വേവ്. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, വെക്ടറായിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ 90യിലാണ് പീക്ക്, അതിന് നമുക്ക് 5.1 എന്ന് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല എന്ന് പറയാൻ കാരണം ഈ തിയറിയാണ്, ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി ആണ് അത് പറയാൻ കാരണം. അപ്പൊ അത് പ്രകാരം ഏതൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, അതായത് സൈൻ വേവ് മോഡലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് നമുക്ക് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരാള് ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ മറ്റേ ആന്റി ക്ലോക്ക്, ഇതാണ് ക്ലോക്ക് വൈസ് കറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ സൈൻ വേവിനെ അല്ലെ, സൈൻ വേവിന്റെ മോഡലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ രണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇത് രണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഫീൽഡായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇയാള് അല്ല, അപ്പൊ 5B എന്ന് പറയുന്ന ആള് കറങ്ങുന്നത് ഏതാണ്? 5B ക്ലോക്ക് വൈസ്, 5F ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ കറങ്ങുന്നത് അല്ലെ. അപ്പൊ അതിന്റെ രണ്ടാളെയും പീക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ പീക്ക് മാഗ്നിറ്റ്യൂഡ് 5.1 പകുതി ആയിരിക്കും. അപ്പൊ 5Fന്റെ പീക്ക് ഈ മാഗ്നിറ്റ്യൂഡ് 5.1m/2 ട്ടാ. അപ്പൊ 5B വാല്യൂ എന്ന് പറയുന്നത് 5.1m/2 ആണ് പീക്ക് വാല്യൂ. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് അത് കറക്റ്റ് കിട്ടുമോ എന്നുള്ളത്. നമുക്ക് ഇപ്പൊ നോക്കാം, മാത്തമാറ്റിക്കലായിട്ട് നോക്കാം. ഇപ്പൊ തുടക്കം തീറ്റ 0 ഡിഗ്രിയിൽ നോക്കാം. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പൊ ഒരാള് പോസിറ്റീവ് അല്ലെ, ഇയാള് പോസിറ്റീവിലാണല്ലോ, പോസിറ്റീവ് 5.1m/2, ഈ ഭാഗം നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഇവിടെ -5.1m/2. ഇവിടെ നോക്കിയിട്ട് രണ്ടും ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുന്നതാണ്. അപ്പൊ എന്താണ്, മോട്ടോർ കറങ്ങുന്നില്ല അല്ലെ, ഇക്വലന്റ് ഓപ്പോസിറ്റ് ആണുള്ളത്. ഇപ്പൊ സം ചെയ്ത് നോക്കിയട്ടെ, ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ്, അപ്പൊ 0 ആണ് കേട്ടോ, ഈക്വലന്റ് ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഇവിടുത്തെ വാല്യൂ 0. ഇനി 90യിൽ എത്തുമ്പോൾ നോക്കിയട്ടെ, 90യിൽ എത്തുമ്പോൾ 90, ഇപ്പൊ ഇയാള് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. 90 ഡിഗ്രി എത്തുമ്പോൾ നോക്കുക, പീക്ക് കിട്ടണം നമുക്ക്, ഒറിജിനലില് 5.1m കിട്ടണം. അപ്പൊ നോക്കട്ടെ നിങ്ങള്, 90 ഡിഗ്രി എത്തുമ്പോൾ നമ്മുടെ 5B 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ എത്തും. 5F ഇവിടെ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ രണ്ടാളെ ആഡ് ചെയ്ത് വരും, 5.1m/2 + 5.1m/2, 5.1m എന്നുള്ള രൂപത്തിൽ 90 ഡിഗ്രി കിട്ടും. ഇനി 180 ആകുമ്പോൾ നിങ്ങൾ നോക്കുക, രണ്ടാൾ ഇപ്പൊ ഒരുമിച്ചുള്ള 5F ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന 180 ഡിഗ്രി ആകുമ്പോൾ 5F ഇവിടെ എത്തും. 5F 5B ഇവിടെ എത്തും. രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ വീണ്ടും 180യിൽ എത്തുമ്പോൾ 0 കിട്ടും, സം ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഇത് രണ്ട് സം ചെയ്താൽ 0 കിട്ടും. ഇനിയോ 270യിൽ എത്തുമ്പോഴോ, 270 എത്തുമ്പോൾ 5F താഴെ എത്തിയിട്ടുണ്ടാവും. 5Bയും താഴെ എത്തൂല്ലേ, രണ്ടും റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. 5Bയും ഇവിടെ എത്തും. ഇപ്പൊ രണ്ടും കൂടി 5.1m/2 + 5.1m/2 മൈനസ് ആണ്, പക്ഷെ താഴേക്കുള്ള ഡയറക്ഷൻ മൈനസ് ആയിട്ട് എടുക്കാം അല്ല. ഇവിടെ -5.1m/2 എന്ന് കിട്ടും, -5.1m അല്ല, 5.1m/2 + 5.1m/2 5.1m എന്ന് കിട്ടും ഈ പീക്ക്. ഇനി വീണ്ടും 360 എത്തുമ്പോൾ തുടക്കത്തിൽ എന്താണുള്ളത് അതുപോലെ കിട്ടൂല്ലേ. 5F ഇവിടെ എത്തും, 5B ഇവിടെ എത്തും, ഇതേപോലെ കിട്ടും. അപ്പൊ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ എന്താണ് ഇവിടെ 0.
ഇങ്ങനെയാണ് അത് രണ്ട് സമയത കിട്ടും നിങ്ങൾക്ക്. ഡബിൾ ഫീൽഡ് രണ്ടിന് സമയത ഒറിജിനൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ കിട്ടും. അപ്പൊ ഇത് നോക്കുക നിങ്ങൾ, ഇപ്പൊ രണ്ട് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് നമ്മുടെ റോട്ടറിൽ ഉണ്ടാകുക. അല്ല, ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ ഉള്ളത്. അപ്പൊ റോട്ടറിലും ഇതുപോലെയുള്ള ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഡബിൾ ഫീൽഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫോഴ്സ് ഈ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്, ഫീൽഡിന്റെ ഡയറക്ഷനാണ് ഫോഴ്സ് ഉണ്ടാകുക. അപ്പൊ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നോക്കിയട്ടെ, 5Fന്റെ ഫോഴ്സ് ആന്റി ക്ലോക്ക് വൈസിലും 5Bയുടെ ഫോഴ്സ് ക്ലോക്ക് വൈസിലും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മൂവ് ചെയ്യേയില്ല, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങിയാ ഉള്ളൂ, സെൽഫ് സ്റ്റാർട്ടിങ് ഒരിക്കലും ആവൂല. പിന്നെയോ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ നിങ്ങൾ നോക്കി എല്ലാ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ തുടക്കത്തിൽ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഇതേപോലെ 0 ഡിഗ്രി ഒക്കെ ആയിരിക്കും സാധാരണ തുടക്കത്തിൽ. അപ്പൊ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലേ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ട് അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഇനീഷ്യലി ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കറങ്ങിക്കോളും. കാരണം ഒരു ഭാഗത്തുള്ള ഫോഴ്സ് കൂടുതലല്ലേ. ഈ ഫീൽഡ് നിങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് ഇവിടെ നിന്ന് തള്ളി കൊടുക്കുക, ഈ ഭാഗത്തുള്ള ഫോഴ്സ് കൂടും, അപ്പോൾ ഈ സൈഡിലേക്ക് ക്ലോക്ക് വൈസ് കറങ്ങിക്കോളും. ഇനീഷ്യലി ഒരു മെക്കാനിക്കലായിട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്യിക്കേണ്ടി വരും. സെൽഫ് സ്റ്റാർട്ട് അല്ല ഇൻഡക്ഷൻ മോട്ടോർ. അപ്പൊ ഇത് എങ്ങനെ പരിഹരിക്കുന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം.